या देवी सर्वभूतेषु वाणिरूपेण संस्थिता नमस्तस्यै 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 नमो नमः. പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ദേവീ മാഹാത്മ്യം, അതിൻ്റെ മാഹാത്മ്യം. ദേവീ മാഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കേൾക്കാത്ത ആൾക്കാർ വളരെ വളരെ കുറവാണ്. എന്നാൽ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന ആ ദേവീ മാഹാത്മ്യം തന്നെയാണോ യഥാർത്ഥത്തിലുള്ള ദേവീ മാഹാത്മ്യം എന്ന് നമ്മൾ നോക്കണം. ദേവീ മാഹാത്മ്യം നമ്മൾക്ക് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് പാരായണം ചെയ്യേണ്ടത്, എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്, ഈ ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം. അപ്പോൾ ദേവി മാഹാത്മ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ദേവി മാഹാത്മ്യത്തിൻ്റെ കിളിപ്പാട്ട് നമുക്ക് കിട്ടാനുണ്ട്, ദേവി ബുക്സൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാരണം ഞാൻ അതല്ല ഇവിടെ പറയുന്നത്. അത് മലയാളത്തിലുള്ളൊരു കിളിപ്പാട്ട് രൂപത്തിലുള്ള ദേവിയുടെ മാഹാത്മ്യങ്ങളാണ്. എന്നാൽ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ മലയാള പതിപ്പ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു ഗ്രന്ഥത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരാത്ത അത്രയേറെയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ ദേവീ മാഹാത്മ്യം എന്ന് പറയുന്ന പുണ്യഗ്രന്ഥം പാരായണം ചെയ്യുന്ന വിധം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഭൂതപ്രേത പിശാചുക്കളൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കും എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ കൂടോത്രം, ആഭിചാരം, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള മാരണം, അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദുഷ്ടത കൊണ്ട് നമ്മുടെ നേർക്ക് എന്തെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ 4 അയലത്ത് പോലും ഇത് എത്തിച്ചേരില്ല. കാരണം ഈ ദേവീ മാഹാത്മ്യം ശ്രേഷ്ഠമായ മന്ത്രമാണ്. ആ മന്ത്രം നമ്മുടെ ഗൃഹത്തിന് ചുറ്റും രക്ഷാകവചമായി പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ധൈര്യപൂർവ്വം നമുക്ക് പാരായണം ചെയ്യാം. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് നോക്കണം. ഇതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നുള്ള ഒരു ഭഗഭേദവും വേണ്ട. ഈ ദേവീ മാഹാത്മ്യത്തിൽ പ്രധാനമായിട്ടുമുള്ളത് എന്താണ്? ആദിപരാശക്തിയായ ആ ഭഗവതിയുടെ പല ഭാവങ്ങളെ വർണ്ണിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള സംസ്കൃത രചനയാണ് ഈ ദേവീ മാഹാത്മ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദേവിയുടെ 3 ഭാവങ്ങൾ നമുക്കൊന്ന് മഹാകാളിയാണെന്നറിയാം, രണ്ടാമത്തത് മഹാലക്ഷ്മിയും, മൂന്നാമത്തത് മഹാസരസ്വതിയും. ഈ 3 ഭാവങ്ങളുടെ മഹാത്മ്യ കഥകളാണ്. അതോടൊപ്പം തന്നെ ഭുവനേശ്വരിയായിട്ടുള്ള ജഗദംബയുടെ മറ്റൊരു നാമമാണ് ഭുവനേശ്വരി. അതുപോലെ ദുർഗ, ഭദ്രകാളി, ചണ്ഡിക, ചാമുണ്ടേശ്വരി, നവദുർഗ, സപ്തമാതാക്കൾ തുടങ്ങി ഭഗവതിയുടെ മറ്റ് അനേക ഭാവങ്ങളെയും ഈ ഒരു ഗ്രന്ഥത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രത്തിലൂടെ നമ്മൾ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ മന്ത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മന്ത്രത്തിൽ 700 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇത് സാക്ഷാൽ മാർക്കണ്ഡേയ മുനിയാൽ രചിതമായതാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഗ്രന്ഥം പൂർണ്ണമായിട്ടൊന്നും വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും എങ്ങനെയായാലും ഇതിലേറ്റവും പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നത് 11ാമത്തെ അധ്യായമായിട്ടുള്ള നാരായണീ സ്തുതി എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യാനുള്ള യോഗ്യത എന്താണെന്നാണ്. ഓരോ ഗ്രന്ഥം പാരായണം ചെയ്യാനും നമുക്ക് ഓരോരോ കാരണങ്ങൾ പറയാറുണ്ട്. ഇപ്പം രാമായണം പാരായണം ചെയ്യാൻ നമുക്ക് കർക്കിടക മാസമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതൊക്കെ പറയും. ദേവീ മാഹാത്മ്യത്തിന് അങ്ങനെ ദിവസങ്ങളൊന്നും നോക്കേണ്ടതില്ല കേട്ടോ. പക്ഷേ ഈ ഗ്രന്ഥം ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു യോഗ്യത നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ദേവിയിലുള്ള പരമമായിട്ടുള്ള ഭക്തിയാണ്.
അപ്പോൾ പരമമായ ഭക്തി, ആ അമ്മയെക്കുറിച്ചുള്ള ആ ഭക്തി നമുക്കുണ്ടോ? അത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യോഗ്യത. അപ്പം അത്തരം ഭക്തി നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്കിത് എങ്ങനെ പാരായണം ചെയ്യാൻ പറ്റും? ഇത് നമ്മൾക്ക് അറിയില്ലല്ലോ, അറിയാത്ത ഞങ്ങളിത് വായിക്കുമ്പോൾ തെറ്റിപ്പോകുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഗുരുവിൽ നിന്ന് തന്നെ ഇത് തുടങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അഗൈതികമായിട്ടുള്ള ഭക്തിയുണ്ടെങ്കിൽ ഒരു ഗുരുപദേശം പോലും ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് വായിച്ചു തുടങ്ങാം. മുൻകാലങ്ങളിൽ പലരും പറഞ്ഞു വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരം ഗ്രന്ഥങ്ങൾ തൊടാൻ പോലും പാടില്ല. അങ്ങനെ എന്തെങ്കിലും തൊടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ സാന്നിധ്യം വേണം, ഗുരു പറഞ്ഞു തന്നിട്ട് വേണം ചെയ്യാനെന്ന്. ഒരു ഗുരുവിനെ തേടി നമ്മളവിടെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ സാക്ഷാൽ ഈശ്വരിയെ തന്നെ ഗുരുവായി സങ്കല്പിച്ചും കൊണ്ട് നമ്മൾ വായിച്ചു തുടങ്ങുക. വായിക്കുന്ന അവസരത്തിൽ, തുടങ്ങുന്ന അവസരത്തിൽ നിരവധി തെറ്റുകൾ സംഭവിക്കും. അതൊന്നും സാരില്ല. സാക്ഷാൽ പരാശക്തിയുടെ സൂക്തങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത്, മന്ത്രങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ അത് അമ്മയാണ് ആ പരാശക്തി. അപ്പോൾ ആ പരാശക്തിയെ അമ്മയായി കണക്കാക്കുമ്പോൾ ആ അമ്മയുടെ മക്കളായിട്ടുള്ള നമ്മൾക്ക് ഏതൊരമ്മയും മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അറിവില്ലാതെ നമ്മൾ ചെയ്യുന്ന അക്ഷരത്തെറ്റുകൾ അറിവില്ലാതെ പറ്റിപ്പോയതാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഒരു ഗുരുപദേശം പോലും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിത് പാരായണം ചെയ്യാം. എന്തെന്നാൽ ഇത് പാരായണം ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഈ ദേവി നിങ്ങൾക്ക് അനുഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ. എനിക്ക് ദേവി മാഹാത്മ്യം വായിക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ആ ഒരു ആഗ്രഹം വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയോ, നിങ്ങൾക്ക് ദേവിയുടെ കൃപാകടാക്ഷത്തിന് നിങ്ങൾ പാത്രീഭൂതരായി കഴിഞ്ഞു എന്ന്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയുള്ളവരാണ് ദേവി മാഹാത്മ്യം വായിക്കേണ്ടത് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ ദേവി മാഹാത്മ്യം വായിക്കരുത് കേട്ടോ. നമ്മൾ കലുഷിതമായിട്ട് ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവി മാഹാത്മ്യം വായിക്കാൻ പാടില്ല. ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ ദേവി മാഹാത്മ്യം വായിക്കാൻ പാടില്ല. ആർത്തി ഉണ്ടാകുമ്പോൾ ദേവി മാഹാത്മ്യം വായിക്കരുത്. ദേവി മാഹാത്മ്യം വായിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നല്ലതുപോലെ മനഃശാന്തിയും സമാധാനവും വേണം. സമാധാനത്തോടു കൂടി മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് വേണം ഇത് വായിക്കാൻ. കൂടാതെ ഈ ദേവിയിലുള്ള അമിതമായ ഭക്തിയിൽ ആനന്ദ നിർവൃതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ വേണം ഇത് വായിക്കാൻ എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയുള്ള സമയത്താണ് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഇന്ന് ഒട്ടുമുക്കാൽ ആൾക്കാരും ദേവി മാഹാത്മ്യം വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്തെന്താണെന്നറിയോ? ഭഗവാനെ വിളിക്കില്ല, ക്ഷേത്രത്തിൽ പോകില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും കുടുംബത്തിലൊരു ദോഷം വരുന്നിരിക്കട്ടെ, ഉടനെ എൻ്റെ കൃഷ്ണ, എൻ്റെ ദേവി, എൻ്റെ ശിവനെ എന്ന് നമ്മൾ വിളിക്കും. ദുഃഖം വരുമ്പോൾ മാത്രം. സന്തോഷം വരുമ്പോൾ ദേവനെ ഓർക്കാനും ദേവിയെ ഓർക്കാനും നമുക്ക് സമയമില്ല. നമ്മൾ അതിൽ മുഴുകി ആ സുഖത്തിലേക്ക് ഇങ്ങനെ ലയിച്ചു പോവുകയാണ്. എന്നാൽ ദേവി മാഹാത്മ്യം വായിക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ള സമയത്താണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് വായിക്കേണ്ടതെന്ന് വെച്ചാൽ, ആരോഗ്യവും സമ്പത്തും സന്തോഷവും അനുഭവിക്കുന്ന കാലത്ത് വേണം ദേവീ ഭജനം നമ്മൾ പതിവാക്കുവാൻ. നല്ലതുപോലെ ആരോഗ്യമുണ്ടാവണം. ആരോഗ്യമില്ലാതെ, കണ്ണ് കാണാതെ, തപ്പിത്തടഞ്ഞ്, കേൾവി ശക്തിയില്ലാതെ, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഇനി എല്ലാം പെൻഷനല്ല ആയി, ഇനി റിട്ടയർ ചെയ്തു, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്രയും കാലം ജനങ്ങളെയൊക്കെ ഇതാക്കി, ഇനി ശിഷ്ടമുള്ള കാലം ദേവിയെ പൂജിക്കാന്ന് വെച്ചിട്ടല്ല വരേണ്ടത്. ആരോഗ്യമുള്ളപ്പോഴും സമ്പത്തും സന്തോഷവും ഒക്കെയുള്ളപ്പോഴാണ് ദേവി മാഹാത്മ്യം നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ വരാൻ പോകുന്ന ആപത്തുകളെ തടയുമെന്നാണ് പറയുന്നത്. ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാമെന്ന് പറയാം. കാരണം വെച്ചാൽ നമുക്ക് പണവും ഒക്കെ ഉണ്ടാകുമ്പോൾ, സമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളൊരു 10 തെങ്ങ് നടുകയാണെങ്കിൽ, തെങ്ങും തൈ നടുകയാണെങ്കിൽ, കാലം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ തെങ്ങിൽ നിന്നും തേങ്ങ പറിച്ച് ആപത്ത് കാലത്ത് കാ 10 തിന്നാന്ന് പറഞ്ഞാൽ ആ സമയത്തിൽ ആ തേങ്ങ വിറ്റിട്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എത്ര വലിയ അപകടങ്ങൾ വന്നാലും
അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ദേവി മാഹാത്മ്യ മന്ത്രം നിങ്ങൾക്ക് രക്ഷാകവചമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാര്യം. ഇനി പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും പഞ്ചശുദ്ധി പാലിക്കാൻ നോക്കണം, ശ്രദ്ധിക്കണമെന്നാണ്. നിർബന്ധമായിട്ടും പഞ്ചശുദ്ധി വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പഞ്ചശുദ്ധി പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് പഞ്ചശുദ്ധി? ഒന്ന് വാക്ശുദ്ധിയാണ്. എന്ന് വെച്ചാൽ അക്ഷരത്തെറ്റില്ലാതെ വായിക്കണമെന്ന് പഠിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് അക്ഷരത്തെറ്റില്ലാതെ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് ഈ ദേവി മാഹാത്മ്യം വായിക്കുന്നവരുടെ ഒരാളുടെ നാവിൻ മുമ്പിൽ വൃത്തികെട്ട വാക്കുകളോ കളവുകളോ പരദൂഷണം പറയലോ പാടില്ല. നിങ്ങൾ പരദൂഷണം പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് ഒക്കെയാണ് ഈ ദേവി മാഹാത്മ്യം വായിക്കുന്നെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നർത്ഥം. അപ്പോൾ എന്ത് വേണം? നാവ് കൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കുന്നതും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി കളവ് പറയുന്നതും ആദ്യം നിർത്തണം. വാക്ശുദ്ധി വേണം. പിന്നെയോ ശരീരശുദ്ധി വേണം. ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ കുളിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും നമുക്ക് നിരവധി തരത്തിലെ കുളികളുണ്ട്. ജലാശയത്തിൽ മുങ്ങിക്കുളിക്കുന്നത് കുളിയാണ്. കിണറിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ കുളിമുറിയിൽ നിന്നും പൈപ്പിൽ നിന്നും വെള്ളം നിറച്ചിട്ട് കോരി കുളിക്കുന്നത് കുളിയാണ്. ഇത് കൂടാതെ കാലും മുഖവും കൈകളും ഒക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കുന്നതും കുളിയാണ്. ഇനി കിടപ്പിലായ രോഗിയാണ്, പനിയാണ്, അതുകൊണ്ട് വെള്ളം മുക്കി പിഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കുന്നതും കുളിയാണ്. ഇതിലേതെങ്കിലും തരത്തിലൊരു ശരീരശുദ്ധി നമ്മൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയോ ആഹാരശുദ്ധി വേണം. ആഹാരശുദ്ധി വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലരും ചിന്തിക്കും, ഈ ദേവി മാഹാത്മ്യം വായിക്കുന്ന ആൾക്കാർക്ക് മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടുണ്ടോ? കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല. പക്ഷേ ഈ മത്സ്യമാംസാദികൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരശുദ്ധി വരുത്താൻ മറക്കരുത്. അല്ലാതെ ഇതും തിന്നുകൊണ്ട് ഇത് പാരായണം ചെയ്യുന്നത് ശരിയല്ല. അത് ഏത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ദേവി മാഹാത്മ്യം വായിക്കരുത്. മത്സ്യമാംസാദികൾ എന്നല്ല, ഇനി സാധാരണ പഴമായാൽ പോലും ദേവി മാഹാത്മ്യം വായിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആഹാരശുദ്ധി നമ്മൾ പാലിക്കണം. അപ്പോൾ ഇത് കൂടാതെ കർമ്മശുദ്ധി വേണം. ദേവി മാഹാത്മ്യം വായിച്ചതിന് ശേഷം വൃത്തികേടുകൾക്ക് കൂട്ടു നിൽക്കാനോ വൃത്തികേടുകൾ ചെയ്യാനോ മറ്റുള്ളവർക്ക് വേണ്ടി ദ്രോഹം ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടില്ല. സമാജത്തിന് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ട് കർമ്മശുദ്ധി വേണം. ഏറ്റവും അവസാനം വേണ്ടത് മനഃശുദ്ധിയാണ്. മനഃശുദ്ധിയോടുകൂടി വേണം ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല, ശ്രേഷ്ഠമായ ചിന്തയോടുകൂടി വേണം വായിക്കാൻ എന്നർത്ഥം. അപ്പോൾ ഈ പഞ്ചശുദ്ധി പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. ദേവി മാഹാത്മ്യം വായിക്കുവാൻ രണ്ടാമത്തെ കാര്യമാണ് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുവാൻ ഏകാഗ്രമായിട്ടുള്ള ഭക്തിയും ശ്രദ്ധയും വേണം എന്നാണ് പറയുന്നത്. വെറുതെ നമ്മൾ അപ്പുറവും ഇപ്പുറവും നോക്കി അലസമായിട്ട് എങ്ങനെ വായിച്ചു പോവുകയല്ല വേണ്ടത്. അത് വായിക്കുമ്പോൾ ഏകാഗ്രമായിട്ടുള്ള ഭക്തിയും ശ്രദ്ധയും വേണം. സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള ജഗദംബയിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ വേണം, ഭക്തി വേണം. ആ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മയുടെ രൂപം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇത് പാരായണം ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം, പാരായണം ചെയ്യുന്ന ആ സമയത്തുള്ള കഥാസന്ദർഭങ്ങൾ മനസ്സിലൂടെ കണ്ടുകൊണ്ട് പാരായണം ചെയ്യാൻ കഴിയണം. നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയോ, ഓരോ അർത്ഥങ്ങളും നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇത് മനസ്സിലാകുന്നതനുസരിച്ച് നമ്മൾ ആ കഥയിലൂടെ നമ്മൾ പോകണം. ആ കഥ, ദേവിയുടെ ആ ഘോരമായ രൂപം, സിംഹത്തിൻ്റെ പുറത്തുള്ള രൂപം, ദുഷ്ടന്മാരെ കൊല്ലുന്നത്, ആ യുദ്ധം ചെയ്യുന്നത്, ആ മഹിഷാസുരനായിട്ട് സംഭാഷണങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ അയവിറക്കണം. അതിങ്ങനെ സിനിമ കാണും പോലെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മുടെ കഥാസന്ദർഭം മനസ്സിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകണം എന്നർത്ഥം. പാരായണം ചെയ്യാൻ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പഠിക്കുന്ന അവസരത്തിൽ അക്ഷരത്തെറ്റുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അക്ഷരസ്ഫുടതയോടുകൂടി പദങ്ങൾ മുറിച്ച് വായിക്കുവാൻ നമ്മൾക്ക് കഴിയണം. അക്ഷരസ്ഫുടതയോടുകൂടി പദങ്ങൾ മുറിച്ച് അർത്ഥം കൃത്യമായി മനസ്സിലാക്കി വേണം വായിക്കുവാൻ. ഇങ്ങനെ നമ്മൾ കൃത്യമായി പതിവായി നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ദേവി മാഹാത്മ്യം വായിക്കുവാനുള്ള ശ്രദ്ധയും ഭക്തിയും വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയോ
നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും പറയും ദേവി മാഹാത്മ്യം ഉയർന്ന ശബ്ദത്തിൽ പാരായണം ചെയ്യരുത് എന്ന്. എന്നാൽ തെറ്റാണ്. നമ്മൾ വീടിൻ്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ എല്ലാ മുറിയിലും കേൾക്കത്തക്ക വിധത്തിൽ ഉള്ള ശബ്ദത്തിൽ വേണം പാരായണം ചെയ്യാൻ. കാരണം അത് ഒന്നാം തരം മന്ത്രങ്ങളാണ്, അത് ശ്രേഷ്ഠമായ മന്ത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ മന്ത്രാക്ഷരങ്ങൾ ഉയരുന്ന സമയത്ത് നമുക്ക് ചുറ്റും അതൊരു രക്ഷാ കവചമായി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ വീടിന് ചുറ്റും ആ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും മന്ത്രാക്ഷരങ്ങളായിട്ടുള്ള ആ അക്ഷരങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും രക്ഷാകവചമായി പ്രവർത്തിക്കും. അതുകൊണ്ട് അമിതമായ കോലാഹലമുണ്ടാക്കരുത്, മറിച്ച് ശ്രദ്ധയോടെ ഭക്തിയോടെ ഉയർന്ന ശബ്ദത്തിൽ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ചരാചരങ്ങളും കേൾക്കത്തക്ക വിധത്തിൽ വേണം ഇത് പാരായണം ചെയ്യാൻ. അഞ്ചാമത്തെ കാര്യം, ഒരിക്കലും ഗ്രന്ഥം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടോ പുറകോട്ട് മടക്കിയത് കൊണ്ടോ വായിക്കരുത്. നിലത്ത് വെച്ചും വായിക്കരുത്. ഒരു പീഠത്തിൽ വെച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. പീഠമില്ലെങ്കിൽ ഒരു പലകയെങ്കിലും വെക്കുക. ഇനി അതുമില്ല എങ്കിൽ ഒരു പട്ട് വിരിച്ച്, ആ പായ വിരിച്ച് അതിലെങ്കിലും വെച്ചിട്ട് വേണം ഈ ഗ്രന്ഥം വായിക്കുവാൻ. എന്നാൽ ചില ആൾക്കാർ, ആറാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ആൾക്കാർ ഭക്തിമയമുണ്ടാക്കാൻ സംഗീത തരത്തിൽ ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്തൊക്കെ പറഞ്ഞിട്ട് ഈണത്തിൽ അങ്ങ് വായിക്കും. അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അത് സംഗീതത്തിലൂടെ അവർ കേസറ്റിലോ മറ്റോ വായിച്ചോട്ടെ. ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ചൊല്ലാം. പക്ഷെ ഈ പറയുന്ന ദേവി മാഹാത്മ്യം ഭക്തി സാന്ദ്രമാക്കാൻ വേണ്ടി ചില ആൾക്കാർ സംഗീതാത്മകമായി വായിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് മന്ത്രങ്ങളാണ്. മന്ത്രാക്ഷരത്തിന് ശക്തി കൂടണമെങ്കിൽ ആ മന്ത്ര ജപത്തിൻ്റെത് പോലെ തന്നെ നമ്മൾ ജപിക്കണം എന്നാണ് പറയുന്നത്. കൂടാതെ ചില ആൾക്കാർ പെട്ടെന്ന് വായിച്ച് തീർക്കുന്നതിന് വേണ്ടി അതീവ വേഗത്തിൽ, സുരേഷ് ഗോപി പറയും പോലെ ധാ വന്നു ദേ പോയി എന്ന് പറയും പോലെ വളരെ പെട്ടെന്ന് ടൗൺ ടു ടൗൺ ബസ് പോകുമ്പോലെ വായിക്കാൻ പാടില്ല. ഒരു മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടിയ മന്ത്രം ജപിക്കുക. അപ്പോൾ അതൊരു മന്ത്രമാണ്, ഇതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളൊരു തോന്നലോടുകൂടി ശ്രദ്ധയോടുകൂടി അമിതമായ വേഗത്തിൽ വായിക്കാതെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ എന്നർത്ഥം. ഇനി സാധിക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർക്കുന്നത് നല്ലതാണ്. സമയമുള്ളവർക്ക് എല്ലാ ദിവസവും ഓരോ ദിവസവും പൂർണ്ണമായും വായിക്കാം. എന്നാൽ സമയവും സാഹചര്യവും ഓർത്തുകൊണ്ട് 3 ദിവസം കൊണ്ട് വേണമെങ്കിൽ വായിച്ചു തീർക്കാം, 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം. ഇനി ഒന്നുമല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ അധ്യായം എന്ന വിധത്തിൽ വായിച്ചാലും തെറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വായിച്ചത് മുഴുവൻ തീർക്കണമല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടണമെന്നില്ല എന്നർത്ഥം. നമ്മൾ ആദ്യം തന്നെ വേണ്ടത് എന്താണെന്നറിയോ? 8ാമത്തെ കാര്യം, പാരായണം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എവിടെ മുതൽ എവിടം വരെയാണ് വായിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലൊരു ഇത് കണക്കാക്കണം, ഒരടയാളം വെക്കണം. അതിനുശേഷം വേണം പാരായണം ചെയ്യാൻ. അങ്ങനെ നിശ്ചയിച്ച ഭാഗങ്ങളിൽ എത്തുന്നത് വരെ ഇടയ്ക്ക് നിർത്താൻ പാടില്ല. ഇന്നൊരു അധ്യായം വായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ അധ്യായം വായിക്കാൻ വേണ്ടി തീരുമാനിച്ച് നമ്മൾ അത് വായന തുടങ്ങി. ആ അവസരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവത്തിനിടയിൽ നമ്മൾ കയറി അഭിപ്രായം പറയും. മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനിടയിൽ കയറി അഭിപ്രായം പറഞ്ഞാൽ അത് അടമുറിഞ്ഞു. നമ്മൾ വീണ്ടും ആദ്യം മുതൽ വായിക്കണം. പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി വരികയാണ്, നമ്മൾ വായന നിർത്തരുത്. എന്നാൽ ആ അവസരത്തിൽ മറ്റുള്ളവർ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ അവർ വന്ന് ഇവരോട് സംശയം ചോദിക്കുക, ഇവരുടെ ഈ പാരായണത്തെ മുടക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട വിധത്തിലുള്ള ഒരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആ അധ്യായത്തിൻ്റെ ആരംഭം മുതൽ തന്നെ വീണ്ടും പാരായണം ചെയ്യണം എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും നിർത്തരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 9ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേവി മാഹാത്മ്യത്തിലെ ഒരൊറ്റ ചരിതം മാത്രമാണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൽ 3 ഭാഗമാണ് ഉള്ളത്. അതിൽ മധ്യമ ചരിതം വായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതാണ് കുറച്ചും കൂടി നല്ലത് എന്നർത്ഥം. ഒരധ്യായം മാത്രമേ പാരായണം ചെയ്യുന്നുള്ളൂ എന്നിരിക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ചരിതമാണ് പറഞ്ഞത്.
ഇപ്പോൾ പറയുന്നത് എന്താ, ഒരധ്യായം മാത്രം, ഇതിൽ ഇന്ന് എനിക്ക് ഒറ്റ അധ്യായം വായിക്കുന്നുള്ളൂ, നമ്മൾ ആദ്യമായിട്ട് വായിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്ന ഒരു അധ്യായം മാത്രമാണ്, ഒന്ന് കഴിഞ്ഞാൽ പിറ്റേന്നായിട്ട് ഓരോ അധ്യായമായിട്ട് വായിക്കുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലായിട്ട് ഒരു അധ്യായം മാത്രമേ വായിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു അധ്യായം മാത്രമേ വായിക്കുന്നുള്ളൂ എങ്കിൽ 11ാമത്തെ അധ്യായം വായിക്കുന്നതാണ് ഉത്തമം. അതെന്താണെന്ന് വെച്ചാൽ അതിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. ഇനി ഒന്നുമല്ല, ഇതൊന്നും വായിക്കാൻ നമുക്ക് സമയവുമില്ല, സാഹചര്യമൊന്നുമില്ലെങ്കിൽ അതിലുള്ള ഒരൊറ്റ ശ്ലോകം വേണമെങ്കിൽ വായിക്കാം എന്നർത്ഥം. ആ ഒരു ശ്ലോകം മാത്രം നമ്മൾ ജപിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഗുണം കിട്ടും. അതേതാണ്? 11ാം അധ്യായത്തിലെ നാരായണീ സ്തുതി എന്ന് പറയുന്ന അധ്യായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ 11ാം അധ്യായത്തിലെ ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശായ ശക്തിഭൂതേ സനാതനെ ഗുണമയേ ഗുണാശ്രയേ ദേവി നാരായണി നമസ്തുതേ. ഇതിപ്പോൾ 2 ശ്ലോകമായി. ഇതിലേതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിയാൽ മതി. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്ന് ചൊല്ലിയാൽ മതി. ഒരു ശ്ലോകം മാത്രമാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം. അതുകൊണ്ട് ഇത് മുഴുവൻ വായിച്ചു തീർക്കണമെന്നുള്ള ഒരു നിബന്ധനയും ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അത് നമ്മൾ വായിക്കാതിരിക്കാൻ വേണ്ടി ചില ആൾക്കാർ ഇറക്കിയിട്ടുള്ള തന്ത്രമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഒരു ശ്ലോകമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ശ്ലോകമല്ല, ആ 11ാം അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ സാക്ഷാൽ മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ജഗദംബയുടെ അവതാരത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അയവറക്കണം. കഥ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം, അല്ലെങ്കിൽ പല ഗ്രന്ഥത്തിലും കിട്ടും. മഹിഷാസുരമർദ്ദിനിയുടെ അവതാരത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൂടെ ഒന്ന് മിന്നിമറിയണം. അതിനുശേഷം മഹിഷാസുരന്റെ മർദ്ദനവും, മഹിഷാസുരന്റെ ദേവി മർദ്ദിക്കുന്നുണ്ടല്ലോ, അതും മഹിഷാസുരന്റെ മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഭാഗം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം. എന്ന് മാത്രമല്ല, മഹിഷാസുരനെ നിഗ്രഹിച്ചപ്പോൾ സകല ദേവന്മാരും ആ പരാശക്തിയെ അങ്ങോട്ട് സ്തുതിച്ചിട്ടുണ്ടല്ലോ. ആ സ്തുതി നമ്മൾ ദേവി മഹാത്മ്യത്തിലെ 11ാം അധ്യായത്തിലെ സ്തുതി ഉണ്ടല്ലോ, ആ സ്തുതി വായിക്കുമ്പോൾ ഓരോ ദേവന്മാർ സാക്ഷാൽ പരാശക്തിയെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഞാനും ആ ദേവിയെ സ്തുതിക്കുകയാണെന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ പാരായണം ചെയ്യാൻ എന്നർത്ഥം. ഇനി ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾക്ക് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പലരും പറയും, അയ്യോ സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ തെറ്റാണ്. ദേവി മാഹാത്മ്യം പുരുഷന്മാർ പാരായണം ചെയ്യുന്നതിനേക്കാൾ ഗുണം കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളാണ് സാക്ഷാൽ ഈശ്വരി. ആ പരാശക്തിയുടെ ഭാവം തന്നെയാണ് സ്ത്രീകളിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പാരായണം ചെയ്യാം. അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകൾ പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ ഗുണം ലഭിക്കും. കാരണം ദേവിയുടെ തന്നെ അംശജാതയാണ് അവരെന്നാണ് പറയുന്നത്. കുടുംബിനികളായ സ്ത്രീകളാണ് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ സാക്ഷാൽ ലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇത് ദേവി ഭാഗവതത്തിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബിനികളായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ, വിവാഹം കഴിച്ചു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ, അവരോട് ഭർത്താവിൻ്റെ അമ്മയായാലോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്, മോളെ നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് വീട്ടിലെത്തി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ദേവി മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യാനുള്ള സമയം നീ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. നിത്യവും ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിലെ ഒരു സ്ത്രീകളും പ്രസവിക്കാതിരിക്കില്ല, അവർക്ക് ശ്രേഷ്ഠയായിട്ടുള്ള മക്കളുണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ദേവി മഹാത്മ്യം കൃത്യമായിട്ട് ചെറുതിലെ പാരായണം ചെയ്ത് തുടങ്ങിക്കോളൂ. അത് മന്ത്രാക്ഷരമാണ്, ഗർഭാശയത്തെ പോലും ബലപ്പെടുത്തുന്ന അത്ര ശക്തിയുള്ളതാണ്. അതുകൊണ്ട് അതിൽ ശ്രേഷ്ഠമായ ഒരു കുട്ടിയെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് മക്കളില്ലാതെ നിങ്ങൾ ഡോക്ടർമാരെ അടുത്ത് പോയി ചികിത്സ നടത്തി ഒരു ഗുണവും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും ദേവീ മഹാത്മ്യം വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. നല്ല ഒരു മാതാവാകാൻ നിങ്ങൾക്ക് കഴിയും. സകല ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ഇത് വായിക്കുന്നത് വളരെയേറെ ഗുണകരമാണ് എന്ന് പറയപ്പെടുന്നു. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും,
ഇവിടെ എടുത്തു പറയേണ്ടതൊരു കാര്യമുണ്ട്. ചില ആൾക്കാർ ചോദിക്കും, മെൻസസ് ആയാൽ ആർത്തവമായി കഴിഞ്ഞാൽ ദേവി മാഹാത്മ്യം വായിക്കാൻ പാടുണ്ടോ? അത് മന്ത്രമല്ലേ, സ്തുതിയല്ലേ എന്ന് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇതാരുടെ മന്ത്രമാണ്? ഇത് ഏത് ദേവതയുടെ മന്ത്രമാണ്? യാതൊരു സംശയവും വേണ്ട, അത് ഭഗവതിയുടേതാണ്, ദേവിയുടേതാണ്, അമ്മയുടേതാണ്, ആദി പരാശക്തിയുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ ആദി പരാശക്തി എന്ന് പറയുന്ന ആ ഭാവം ആരാ? സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന് പറയുന്നത് മഹിഷാസുരന്റെ അടുത്തേക്ക് ആ ദേവി പോകുമ്പോൾ മഹിഷാസുരൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദേവിയിലേക്ക് ഒരു മോഹം തോന്നിയത്? അതീവ സൗന്ദര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ സൗന്ദര്യമുള്ളവളാണ്, യുവതിയാണ്, സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ദേവിക്കും എന്തുണ്ട്? ഈ പറയുന്ന ആർത്തവമുണ്ട്. ആ ആർത്തവമുള്ള സ്ത്രീയായിട്ടുള്ള ആ ദേവതയെ സ്തുതിക്കുന്നതിന്, ആ ദേവതയെ പ്രകീർത്തിക്കുന്നതിന് ഒരു സ്ത്രീക്ക് അത് തടസ്സമാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു തടസ്സവും കേട്ടോ. നിങ്ങൾ മറ്റൊരു കർമ്മവും അന്ന് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്താൽ മതി. യഥാർത്ഥത്തിൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകളെ ഞങ്ങൾക്ക് വിശ്രമത്തിനായി മാറ്റിയിരുത്താറുണ്ട്. ആ അവസരത്തിൽ ശാരീരികമായ ക്ഷമത തിരിച്ചു കിട്ടാൻ വേണ്ടി, ശാരീരികമായിട്ട് സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഭാവിയിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി സ്ത്രീകളെ മാറ്റി നിർത്താറുണ്ട്. എന്നാൽ ഈ അവസരത്തിലും നിങ്ങൾക്ക് നാമം ജപിക്കാം, കീർത്തനങ്ങൾ ചൊല്ലാം. ഇത് ഭഗവതിയെ സ്തുതിക്കുകയാണ്, ഭഗവതിയെ സ്തുതിക്കാം. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നീയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ എന്ന് ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ദേവി മാഹാത്മ്യത്തിലായാലും എവിടെയായാലും നമുക്ക് അത് പാരായണം ചെയ്യാം. നിറഞ്ഞ ഭക്തി, പഞ്ചശുദ്ധി വേണമെന്ന് ഞാൻ പറഞ്ഞു. ആ പഞ്ചശുദ്ധിയെ വീണ്ടും ഈ ഒരു ശുദ്ധി നിങ്ങൾ മറ്റുള്ളവരുടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വിശ്രമം പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് നിങ്ങൾ വിശ്രമിച്ചും കൊണ്ട് ഈശ്വരീയമായ കർമ്മത്തിൽ ഏർപ്പെടുക, ഈശ്വരീയമായ നാമജപത്തിലും കീർത്തനത്തിലും സ്തുതികളിലും ഏർപ്പെടുന്നത് ഉത്തമമാണ്. അതൊരിക്കലും മഹാപാവമല്ല എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചെന്ന് ചാടരുത്. പലരും നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തും. ഒരു ദോഷവുമില്ല. ആ അമ്മ ഒരു ഈശ്വരിയും നിങ്ങളോട് ദേഷ്യപ്പെടില്ല. ഈശ്വരിയെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ഏതവസരത്തിലും സ്വന്തം മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അവൾ മെൻസസ് ആയാലും ആർത്തവമായാലും ആ ബുദ്ധിമുട്ട് വരുന്ന അവസരത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട ഒരു അയ്യപ്പ ഭക്തനാണെന്നിരിക്കട്ടെ. ആ അയ്യപ്പ ഭക്തന്റെ മകള് ഋതുമതിയായിരിക്കുന്ന സമയമാണെന്നിരിക്കട്ടെ. അയ്യപ്പ ഭക്തനായ സ്വാമിക്ക് അത് കൃത്യമായിട്ട് അറിയാലോ. ആ മകള് ഏതെങ്കിലും കാരണവശാൽ ഈ അച്ഛന്റെ മുന്നിൽ നിന്ന് ഒരു അപകടത്തിൽ പെട്ടുന്നിരിക്കട്ടെ, ഒരു ആക്സിഡന്റ് പെട്ടുന്നിരിക്കട്ടെ. ഈ അച്ഛൻ എന്താ ചെയ്യോ? അയ്യോ, എനിക്ക് സ്വാമിയാണ്, എൻ്റെ മകളെ തൊടാൻ കഴിയില്ല, അപകടത്തിൽപ്പെട്ടു, നാട്ടുകാരെ ഓടി വരൂ എന്ന് പറയുമോ? അതല്ല, ഈ പറയുന്ന അയ്യപ്പ സ്വാമിയുടെ മുദ്ര ധരിച്ച ഇദ്ദേഹം ആ ആർത്തവമായിട്ടുള്ള ഋതുമതിയായിട്ടുള്ള പെൺകുട്ടിയെ വാരിയെടുത്ത് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമോ? ചിന്തിക്കാം. അത് തന്നെയാണ് സാക്ഷാൽ ജഗദംബയും. നിങ്ങളുടെ മനഃശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥന ആ അമ്മയ്ക്ക് അമൃതിന് തുല്യമാണ്. നിങ്ങളുടെ ശരീരത്തിലെ പ്രക്രിയയൊന്നും അമ്മയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ധൈര്യത്തിൽ നിങ്ങൾക്ക് ജപിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കടുപ്പമുള്ള കാര്യമാണ്. ഈ ദേവി മാഹാത്മ്യം എന്ന് പറയുന്ന പുണ്യഗ്രന്ഥം ഉണ്ടല്ലോ, ഈ ഗ്രന്ഥം അതിൽ ശ്ലോകങ്ങളുണ്ട്. ആ ദേവി മാഹാത്മ്യം ശ്ലോകങ്ങള് മന്ത്രങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപാസിക്കാം. ഭയങ്കര പവറാട്ട. ഇത് ഇത്രയും നമ്മൾ ശ്ലോകം എന്ന രീതിയിൽ, കീർത്തനം എന്ന രീതിയിൽ നിത്യേന പാരായണം ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങളൊരു ഉപാസകനാകുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കണം. ഇത് കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ വായിക്കാൻ വേണ്ടി പഠിക്കണം എന്നർത്ഥം. സ്ഫുടതയോടുകൂടി അർത്ഥമറിഞ്ഞ് വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപാസിക്കാം. അങ്ങനെ ഉപാസന ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മന്ത്രം എന്ന നിലയ്ക്ക് ദേവി മാഹാത്മ്യം സാധനയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിലോ ഇതിലുള്ള നവാംഗങ്ങളും ത്രയാംഗങ്ങളോ ചേർത്ത്
നവാക്ഷരി ജപസഹിതം വേണം സാധന ചെയ്യാൻ. ബുദ്ധിമുട്ടാണ്. ഉപാസന ചെയ്ത ഭയങ്കര പവറാണ്. അവർക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ശക്തിക്ക് അവർ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതാണ് അതിൻ്റെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ശക്തി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അതിലെ നവാംഗങ്ങളും ത്രയാംഗങ്ങളും ഒക്കെ ചേർത്ത് നവാക്ഷരി ജപസഹിതം വേണം ഇത് ജപിക്കുവാൻ. എന്നാൽ അങ്ങനെ ജപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. കൃത്യമായിട്ടത് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ എന്നർത്ഥം. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഗുരുവിൻ്റെ സഹായം ആവശ്യമില്ല. കാരണം അത് നിങ്ങൾ നിത്യസ്തുതി എന്ന വിധത്തിൽ നിങ്ങളത് പാരായണം ചെയ്യുമ്പോൾ അവിടെ ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഒരു ഉപാസന എന്ന വിധത്തിൽ ഈ സ്തുതികളെ മന്ത്രമായി കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ കൃത്യമായിട്ടും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ആ ഗുരു നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്ന് ആ വിധത്തിൽ വേണം നമ്മളത് ചെയ്യാൻ എന്നർത്ഥം. അപ്പോൾ മന്ത്രം, യഥാവിധി, കവചം, ഋഷി, ഛന്ദസ് എന്നീ ന്യാസ്യങ്ങളോടുകൂടി വേണം ജപിക്കണം. അങ്ങനെയാണ് ജപിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മളിത് എല്ലാ ദിവസവും നമുക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾക്ക് നേരത്തെ പറയുമ്പോൾ സ്തുതി പോലെ നമ്മൾ നിത്യവും പാരായണം ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 തവണയോ വേണമെങ്കിൽ ജപിച്ചാലും ദോഷമൊന്നുമില്ല. ഒരു കാര്യം തറപ്പിച്ചും ഉറപ്പിച്ചും ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് ഉപാസനയായി കൊണ്ടുപോവുകയാണെങ്കിൽ, ദേവിയെ ഉപാസിക്കുന്ന ഒരാളായി പോവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് എന്തെന്നില്ലാത്ത മാനസികമായ ധൈര്യമുണ്ടാകും, ഭൗതികമായിട്ട് നിരവധി നേട്ടങ്ങളുണ്ടാകും. ഒരു നഷ്ടങ്ങൾ സംഭവിച്ചാലും അതിനൊരു വിഷമം നമുക്കുണ്ടാകില്ല. എന്തിനേറെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചുപോയാൽ പോലും നമ്മുടെ മനസ്സിനെ അത് ബാധിക്കില്ല. നമുക്ക് എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് കിട്ടും, സഹനശക്തിയും ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ജപിക്കുന്നുണ്ടെങ്കിൽ പരമാവധി വെള്ളിയാഴ്ച ദിവസം ജപിക്കാൻ വേണ്ടി നോക്കുക. അന്ന് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ജപിക്കാം. ചൊവ്വാഴ്ചയും കൂടി ജപിച്ചാൽ ഉത്തമമായി എന്നർത്ഥം. ഇനി അതല്ല, ആ ദിവസം നമ്മൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ 11-ാം അധ്യായം മാത്രം ജപിച്ചാലും മതി. മുഴുവനായിട്ട് ജപിക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ജപിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയോ? നമ്മൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും 1, 2, 3 ശ്ലോകങ്ങളെങ്കിലും നമ്മൾ കാണാതെ പഠിച്ച് ഇങ്ങനെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ജപിച്ചാൽ പോലും അത്രയേറെ പുണ്യമാണ് എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ശ്ലോകമുണ്ടല്ലോ, ഏത്? ഓം സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ശ്രേഷ്ഠമായ ശ്ലോക. ഞാൻ ആദ്യം ചൊല്ലിയ ശ്ലോകമുണ്ടല്ലോ, ആ ശ്ലോകത്തിൽ ചെറിയൊരു മാറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാണി രൂപേണ സംസ്ഥിത എന്നാ പറഞ്ഞത്. എന്നാൽ ആ സ്തുതിയുണ്ടല്ലോ, ഏത്? യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് പറയുന്ന നിരവധി സ്തുതികൾ ഇതിനുണ്ട്. അതൊക്കെ ഇതിൻ്റെ മാത്രം സമ്പാദ്യമാണ് ദേവി മഹാത്മ്യത്തിൻ്റെ. ഒരു വിഷമവുമില്ല. ചില സ്ഥലത്ത് കടുകട്ടി വാക്കുകൾ ഉണ്ടാകും, പക്ഷെ ചില സ്ഥലത്ത് വളരെ നൈർമല്യമുള്ള നിർമ്മലമായിട്ടുള്ള വളരെ ലളിതമായ പദങ്ങളും ഉണ്ടാകും. ഒന്ന് വായിച്ചു നോക്കൂ. അതിൻ്റെ ഗുണം നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള ആനന്ദമാണ് നമുക്ക് ലഭിക്കുക. ആ ദേവി നമ്മുടെ ഉള്ളിൽ വന്ന് വിളയാടുന്നു എന്ന് മാത്രമല്ല, നമ്മൾക്ക് ചുറ്റും ഒരു രക്ഷാ കവചം ഉണ്ടാക്കിയിട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ചൊറ്റാനിക്കര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. കൊടുംവനത്തിലൂടെ നടന്നു പോകുന്ന ഒരു ബ്രാഹ്മണന്റെ കഥ നമ്മൾക്കറിയാം. അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രന്ഥം നിങ്ങൾ പോകുന്ന വഴിക്ക്, ചൊറ്റാനിക്കരയിൽ പോകുന്ന വഴിക്ക് ഉള്ളൊരു ഇല്ലമുണ്ട്, ആ ഇല്ലത്ത് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്രന്ഥം കൊടുത്തേക്കും. ഇയാൾ കുറച്ച് സ്ത്രീ ലംബടനാണ്, സ്ത്രീകളോട് കുറച്ച് ധർമ്മരസൊക്കെ പറഞ്ഞ് നടക്കാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ
യക്ഷി സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു. രാത്രിയുടെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ആ വനത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ചോറ്റാനിക്കരയിൽ നടക്കുന്ന കഥകളി കാണാനുള്ളതായിരുന്നു. അപ്പം അത് കാണാനായിട്ടാണ്, രാത്രിയാണ് അത് ഉണ്ടാവുക, അത് കാണാനായിട്ട് അദ്ദേഹം പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് സുന്ദരിയുടെ വേഷത്തിൽ ഒരു യക്ഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുന്നത്. സിനിമയിലൂടെയൊക്കെ നമ്മളത് കേട്ട് കാണും. ചോറ്റാനിക്കരയിൽ നടന്ന സംഭവമായിട്ടാണ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ യക്ഷി ഈ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊടുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഗ്രന്ഥമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. ആ ഗ്രന്ഥം അദ്ദേഹത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഈ യക്ഷി പലതരത്തിലുള്ള പണികളും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഈ യക്ഷി ഈ ഗ്രന്ഥം മാറ്റി വെച്ചിട്ട് എപ്പോഴാണ് ഇദ്ദേഹത്തിനെ പിടിക്കാൻ പറ്റുക എന്നുള്ള ഭാവത്തിൽ പുറകെ കൂടുന്നു. അവസാനം ഇദ്ദേഹം ആ യക്ഷിയോട് പറയാണ്, യക്ഷി സുന്ദരിയുടെ വേഷത്തിലാണ്, യക്ഷിയോട് പറയാണ്, ഞാൻ ഈ ഗ്രന്ഥം ആ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം, ഇവിടെ കാത്തു നിൽക്കണേ എന്ന് പറഞ്ഞു. യക്ഷി ഇദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഇദ്ദേഹം അകത്ത് പോയി. അദ്ദേഹത്തിന്റെ വെപ്രാളവും ധൃതിയും ഒക്കെ കണ്ടപ്പോൾ ഈ പറയുന്ന ഗുരുനാഥനൊരു സംശയം, എന്താണ് ഇയാൾ ഇങ്ങനെ നോക്കുന്നത് കാണിച്ചിട്ട് ഇയാൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി അത് ഒന്നാന്തരം യക്ഷിയാണ്, ഇദ്ദേഹത്തിനെ വകവരുത്താൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിന്റെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? അയ്യോ ആരും ഇല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞു, നീ എന്നോട് കളവ് പറയുകയാണ്, ഇതാ നോക്കൂ, എന്നെ തൊട്ടിട്ട് നീ ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം തൊടുമ്പോഴും അത് കാണുമ്പോഴും ഒന്ന് ഞെട്ടുകയാണ്. സാക്ഷാൽ യക്ഷിയുടെ വിശ്വരൂപം കണ്ടു അദ്ദേഹം എന്നാണ് പറയുന്നത്. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഈ ഗ്രന്ഥം അവിടെ കൊടുത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഗ്രന്ഥം ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള സൂത്രപ്പണികളൊക്കെ പറഞ്ഞു കൊടുത്താണ് അദ്ദേഹത്തിനെ വിടുന്നത്. പിന്നീട് അദ്ദേഹം രക്ഷപ്പെട്ടു. ആ കഥ ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു. സാക്ഷാൽ ആ ആദ്യ പരാശക്തിയായിട്ടുള്ള ചോറ്റാനിക്കര അമ്മ തന്നെ ആ ഭക്തനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യക്ഷിയെ അവിടെ തളച്ചു എന്നാണ് പറയുന്നത്. അത് കഥ വേറെ. ഇവിടെ അദ്ദേഹത്തിനെ തൊടാതിരിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം ഏതാണെന്നറിയോ? ഈ ദേവി മഹാത്മ്യമാണ്. അപ്പോൾ ആ ദേവി മഹാത്മ്യം നിങ്ങളുടെ എപ്പോഴും ചെറിയ 50 രൂപക്കും 70 രൂപക്കും 100 രൂപക്കൊക്കെ ചെറിയ ഗ്രന്ഥം കിട്ടും. ആ സംസ്കൃത ഗ്രന്ഥം അത് എപ്പോഴും നിങ്ങളുടെ ഒന്നിച്ച് കൊണ്ട് നടക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭൂതപ്രേത പിശാചുക്കളെയും ആഭിചാരം, മാരണം, കൂടോത്രം തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചുറ്റും അത് രക്ഷാ കവചമായി വർത്തിക്കും. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഒന്ന് കർപ്പൂരം ഒഴിഞ്ഞാൽ ഉത്തമമായിരിക്കും എന്നർത്ഥം. എപ്പോഴും അതിനെ പൂജിക്കുക. അതെപ്പോഴും പേഴ്സിലോ ബാഗിലോ വെക്കുന്നത് ഉത്തമമാണ് എന്നർത്ഥം. അവസരം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ 3 or 4 ശ്ലോകം അതിൽ നോക്കി വായിച്ച് നിങ്ങൾ ഹൃദയസ്ഥമാക്കാൻ വേണ്ടി നോക്കുക. ഏതായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള നിരവധി വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, തുടർന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കാനും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നോക്കൂ, തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കുക. വേറൊന്നും വേണ്ട. അപ്പോഴവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും ഒന്ന് തൊട്ട് കൊടുക്കുക മതി. ഇനി ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇടുന്ന അവസരത്തിൽ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.